പാലക്കാട് മലമ്പുഴയിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി 41.9 ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയത്. ചൂട് കനത്തോടെ ജില്ലയിൽ ജലക്ഷാമം അതിരൂക്ഷമാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി AK ലതീഷ് ചേരുന്നു. ലതീഷ്, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുന്ന രണ്ട് പ്രദേശങ്ങളാണ്, ഒന്ന് പുനലൂരും പാലക്കാടും. പാലക്കാട് 40 ഡിഗ്രിയൊക്കെ സാധാരണയാണ്, ഇത് 41 കവിഞ്ഞിരിക്കുകയാണോ? അരുൺ, പാലക്കാട് ജില്ലയിൽ ഈ വർഷത്തേതും കഴിഞ്ഞ 6 വർഷത്തിനിടയിലും ഉള്ളതുമായ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. മലമ്പുഴയിൽ രേഖപ്പെടുത്തിയ താപനില അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 41.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് 41.1 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില ഉയർന്നിരുന്നു. മുണ്ടൂരിൽ, അതേസമയം IRTC മുണ്ടൂരിൽ ഇന്ന് രേഖപ്പെടുത്തിയ താപനില 40.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാറ്റ് വളരെ കുറഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇന്ന് മലമ്പുഴയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് കൂടി എന്നുള്ള ഒരു വിവരമാണ് മലമ്പുഴയിലുള്ള അധികൃതരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസവും 41.1 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയപ്പോഴും ഇതേ ഒരു കാലാവസ്ഥയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ് പാലക്കാട് ജില്ലയിൽ. ഡാമുകളിലെല്ലാം ജലനിരപ്പ് കാര്യമായി കുറഞ്ഞ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരു കാര്യം, പാലക്കാട് ജില്ലയിൽ സൂര്യതാപമേറ്റവരുടെ എണ്ണം 100 കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് നൽകുന്ന കണക്കനുസരിച്ച് സൂര്യതാപമേറ്റവരുടെ എണ്ണം 100 കവിഞ്ഞു. സൂര്യാഘാതമേറ്റുള്ള ഒരു മരണവും ഇത്തവണ പാലക്കാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ജോലി സമയങ്ങളിലെല്ലാം പലതരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം വരുത്തിയിരുന്നെങ്കിലും അതൊന്നും പ്രായോഗികമായി നടപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒപ്പം കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ നടപടികളും ഫലപ്രദമല്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. എന്തായാലും ജനജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്ക് ചൂട് ഉയരുന്നു എന്ന് തന്നെയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഈ റെക്കോർഡ് ചൂടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വരും ദിവസങ്ങളിൽ മഴ കനിഞ്ഞില്ല എങ്കിൽ ഈ ഉയർന്ന ചൂട് വലിയ തോതിൽ ഇനിയും ഉയരും എന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ, AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് കവിഞ്ഞു ചൂട്. സോളാർ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി നുണ പറഞ്ഞതായി കമ്മീഷന്റെ സ്ഥിരീകരണം. മുഖ്യമന്ത്രിയെ വീണ്ടും വിസ്തരിക്കണമെന്ന ലോയേഴ്സ് യൂണിയന്റെ ഹർജി പരിഗണിക്കവെയാണ് മുഖ്യമന്ത്രി നുണ പറഞ്ഞതായുള്ള കമ്മീഷന്റെ സ്ഥിരീകരണം. സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ തന്നെ വിളിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയത്. എന്നാൽ ഫെനി മുഖ്യമന്ത്രിയെ വിളിച്ചതിന്റെ രേഖകൾ കമ്മീഷന്റെ പക്കലുണ്ടെന്ന് ജസ്റ്റിസ് ശിവരാജൻ വ്യക്തമാക്കി. എന്തിന് നുണ പറഞ്ഞുവെന്ന് മുഖ്യമന്ത്രിയെ ഇപ്പോൾ വിളിച്ച് ചോദിക്കണോ എന്ന് ഹർജി കമ്മീഷൻ പിന്നീട് പരിഗണിക്കും. ഉമ്മൻചാണ്ടി 14 മണിക്കൂർ സോളാർ കമ്മീഷൻ മുൻപാകെ മൊഴി നൽകിയപ്പോഴായിരുന്നു ഫെനി ബാലകൃഷ്ണൻ തന്നെ വിളിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞത്. എന്നാൽ സരിത നായരുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയെ വിളിച്ചതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് സോളാർ കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജൻ ചൂണ്ടിക്കാട്ടി. ഫെനി ബാലകൃഷ്ണനെ വിളിച്ചതിന് തെളിവുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ വീണ്ടും വിസ്തരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. തെളിവുകൾ മുഴുവൻ പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും മുഖ്യമന്ത്രിയെ വിസ്തരിക്കാമെന്നും കമ്മീഷൻ പറഞ്ഞു. ഫെനി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ ഫോണിലേക്ക് വിളിച്ചുവെന്ന കാര്യം നേരത്തെ തെളിവുകൾ സഹിതം പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ഫെനി ബാലകൃഷ്ണൻ വിളിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി എന്തിന് കമ്മീഷൻ മുൻപാകെ നുണ പറഞ്ഞു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഫെനിക്ക് പുറമെ സരിത നായരും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയും തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും ഹൈബി ഈഡനും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളുടെ വിശദാംശങ്ങളും നേരത്തെ പീപ്പിൾ പുറത്തുവിട്ടിരുന്നു. ഫെനിയെ വിളിച്ചിട്ടില്ലെന്ന് സോളാർ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി കളവ് പറഞ്ഞതോടെ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് വ്യക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് MLA-മാരല്ലെന്ന് VM സുധീരൻ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണെന്നും സുധീരൻ ആലപ്പുഴയിലാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാതെ സ്വാഭാവികമായി MLA-മാർക്ക് അവരുടേതായ ഒരു പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് സാധാരണ കോൺഗ്രസിന് അതിനൊരു രീതിയുണ്ട്. ഒരു പുതിയ കാര്യമല്ലല്ലോ. കോൺഗ്രസിന് മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് അങ്ങനെ അദ്ദേഹം ഒരിക്കലും പറയില്ല. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ഞാൻ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിലൊന്നും സമീപനത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അതൊക്കെ ഭംഗിയായി തീരും. ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പിഴയടച്ചു. 100 രൂപയാണ് പിഴ ഈടാക്കിയത്. ബൈക്ക് ഓടിച്ച ആളാണ് പിഴയടച്ചത്. ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചയാളുടെ പിന്നിലിരുന്നുള്ള ചെന്നിത്തലയുടെ യാത്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ വലിയ വിവാദമായിരുന്നു. എന്നാൽ ഹെൽമറ്റ് ധരിക്കാതെ ചെന്നിത്തലയെ ബൈക്കിൽ അനുഗമിച്ച 50ഓളം പ്രവർത്തകരുടെ കാര്യത്തിൽ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല മൗനം തുടരുകയാണ്.
ഇപ്പോഴും മുഖ്യപ്രശ്നമായി നിലനിൽക്കുന്നുവെന്ന് പാകിസ്ഥാൻ. കശ്മീർ വിഷയം സെക്രട്ടറി തല കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചുവെന്നും പാക് ഹൈക്കമ്മീഷണർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ അന്വേഷണവും മുംബൈ ഭീകരാക്രമണത്തിന്റെ വിചാരണയും വേഗത്തിലാക്കണമെന്ന് ഇന്ത്യ സെക്രട്ടറി തല ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറും പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൌധരിയും തമ്മിൽ ദില്ലി ഹൈദരാബാദ് ഹൌസിൽ നടന്ന ചർച്ച 1.5 മണിക്കൂർ സമയം നീണ്ടുനിന്നു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചയിൽ ഏർപ്പെടുന്നത്. തർക്ക വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചർച്ചയായെന്ന് പാക് ഹൈക്കമ്മീഷണർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജമ്മു കാശ്മീർ ഇപ്പോഴും മുഖ്യ വിഷയമായി തുടരുന്നു. കാശ്മീർ ജനതയുടെ ആഗ്രഹപ്രകാരവും UN രക്ഷാസമിതി പ്രമേയപ്രകാരവുമുള്ള പ്രശ്നപരിഹാരമാണ് ആവശ്യമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെക്കുറിച്ചാണ് ഇന്ത്യ ചർച്ചയിൽ ഊന്നൽ നൽകിയത്. പത്താൻകോട്ട് ഭീകരാക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ നടത്തുന്ന അന്വേഷണവും മുംബൈ ഭീകരാക്രമണത്തിന്റെ വിചാരണയും വേഗത്തിലാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ചാരനെന്നാരോപിച്ച് പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്ത മുൻ നാവിക ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദവിനെ അടിയന്തരമായി നയതന്ത്ര കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന ആവശ്യവും ഇന്ത്യ ആവർത്തിച്ചു. ഹെർട്ട് ഓഫ് ഏഷ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൌധരി ഇന്ത്യയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. എറണാകുളം പുല്ലേപ്പടിയിൽ 10 വയസ്സുകാരൻ കുത്തേറ്റു മരിച്ചു. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ക്രിസ്റ്റി ജോൺ ആണ് മരിച്ചത്. രാവിലെ 6:30 പാൽ വാങ്ങാനായി കടയിൽ പോയി വരികയായിരുന്ന ക്രിസ്റ്റിയെ അയൽവാസിയായ പുന്നാശ്ശേരി അജി ദേവസിയാണ് കുത്തിയത്. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി പോലീസ് അറിയിച്ചു. രാവിലെ 7 മണിയോടെയാണ് നാടിനെ നടുക്കി ആരുംകൊല നടന്നത്. വീടിന് സമീപമുള്ള കടയിൽ നിന്നും പാൽ വാങ്ങി മടങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിച്ചി ജോൺ. അയൽവാസിയായ അജി കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ചേർത്ത് നിർത്തി കഴുത്തിൽ തുടരെ കുത്തുകയായിരുന്നു. കുട്ടിയുടെ കഴുത്തിൽ 17 കുത്തുകളേറ്റു. കുത്തേറ്റ് വീണ കുട്ടിയെ മാതാപിതാക്കൾ തന്നെയാണ് ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയിൽ എത്തും മുമ്പേ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ക്രൂരമായ കൊലപാതകം നടത്തിയ അജി കുട്ടിയുടെ അയൽവാസിയാണ്. മാനസിക രോഗിയാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. എന്നാൽ ഇയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നും മുൻപും അക്രമ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. കൈകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് സ്നേഹപൂർവ്വം പിടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ടുണ്ട് ഈ കൊച്ചു മറിഞ്ഞ് താഴേക്ക് വീണ് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കുത്തണതായിട്ടാണത്. കുത്തണതായിട്ട് കണ്ടപ്പോഴാണ് ഇവൻ കുത്തണയുള്ളതെന്നൊരു ഇങ്ങനെ തോന്നിയത്. വേഗം ഞാൻ ഒച്ചെടുത്തു. ആ സമയം ഇതുകൊണ്ട് ആരും അങ്ങനെ പുറത്തുണ്ടായിരുന്നില്ല. കൊലയ്ക്ക് പിന്നിൽ മുൻവൈരാഗ്യമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിക്കെതിരെ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഇയാളെ പോലീസ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് അയച്ചെങ്കിലും അടുത്തിടെ വീട്ടിൽ മടങ്ങിയെത്തി. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും കൊലപാതക കാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ MP ദിനേശ് പറഞ്ഞു. പുറത്ത് പോയിട്ടെന്ന് പറഞ്ഞെങ്കിൽ ചെറിയ വീട്ടിലേക്കുള്ള അത്യാവശ്യ ഗ്രോസറീസ് മേടിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളിയെ വട്ടം ചുറ്റി ഈ ചെറിയ കുട്ടീനെ മാരകമായിട്ട് കുത്തുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. കുട്ടിയുടെ മൃതദേഹം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അരുംകൊലയുടെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ പെൺകുട്ടികൾ ശിരോവസ്ത്രം ധരിക്കുന്നതിൽ ഏർപ്പെടുത്തിയ വിലക്ക് ഹൈക്കോടതി നീക്കി. ശിരോവസ്ത്രം ധരിക്കുന്നതിൽ തെറ്റില്ലെന്നും അരമണിക്കൂർ മുൻപ് പരീക്ഷാ ഹാളിൽ എത്തണമെന്നും കോടതി വ്യക്തമാക്കി. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. രാവിലെ 11 മണിക്കാണ് ഫലപ്രഖ്യാപനം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ചേരുന്ന SSLC പരീക്ഷാ ബോർഡ് യോഗം ഫലത്തിന് അന്തിമ അംഗീകാരം നൽകും. മാർച്ച് 9 മുതൽ 23 വരെയായി നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 1 ആരംഭിച്ച് 16 പൂർത്തിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഫലപ്രഖ്യാപനത്തിലെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനായി മികവുറ്റ സാങ്കേതിക സംവിധാനമാണ് ഇത്തവണ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിച്ചത്. PSC പരീക്ഷയിൽ മലയാളം ഒഴിവാക്കിയ സംഭവത്തിൽ PSC ചെയർമാനെതിരെ ഡോക്ടർ K ജയകുമാർ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം അവശ്യ യോഗ്യതയാക്കണമെന്ന് ഡോക്ടർ K ജയകുമാർ. മലയാളത്തോടുള്ള വിവേചനം പ്രതിഷേധാർഹമാണെന്നും അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളമേ ആവശ്യമില്ല എന്ന വ്യവസ്ഥ യുക്തിരഹിതമാണെന്നും ജയകുമാർ പറഞ്ഞു. ജയകുമാർ PSC ചെയർമാൻ അയച്ച കത്തിന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. മെയ് 24 നടക്കുന്ന സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം ഒഴിവാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. PSC തീരുമാനത്തിനെതിരെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി. PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണനെ മലയാളം സർവകലാശാല വൈസ് ചാൻസലറും കവിയുമായ ഡോക്ടർ K ജയകുമാർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം അവശ്യ യോഗ്യതയാക്കണമെന്നാവശ്യപ്പെട്ട് K ജയകുമാർ PSC ചെയർമാൻ അയച്ച കത്തിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. മലയാളത്തോടുള്ള തൃശൂരിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ VS അച്യുതാനന്ദൻ സംസാരിക്കുന്നു. തത്സമയം ഇതിനിടയിൽ BJP നേതാക്കന്മാരുടെ കൂടെ അനുയായികളുടെ കൂടെ എല്ലാം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സംബന്ധിച്ചുള്ള ഭിന്നാഭിപ്രായം രൂപം കൊണ്ടു. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളിലും
ഈ കോടീശ്വരന്മാരുടെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാം പിണങ്ങും. അതുകൊണ്ട് ഈ മഠയത്തരം കാണിക്കരുത് എന്ന ഉപദേശം വന്നതോടുകൂടി ആദ്യ പ്രഖ്യാപനം നരേന്ദ്രമോദി വിഴുങ്ങി 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 15 ലക്ഷം രൂപ വീതവും നിക്ഷേപകർക്ക് നൽകുമെന്ന പ്രതീക്ഷ നൽകി ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമം നടന്നില്ല. 100 ദിവസത്തിനകം ഇത് നടപ്പിലാക്കുമെന്നാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടിപ്പോൾ 2 വർഷം, 365 വെച്ച് കൂട്ടിയാൽ 700 ദിവസം. 100 ദിവസത്തിനകം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം 700 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ പൂവണിഞ്ഞിട്ടില്ല. ഇപ്പോഴെന്താണ് നരേന്ദ്രമോദിയുടെ ശ്രമം? ലോകപര്യടനം. ഓരോ രാജ്യങ്ങളിൽ പോയി പരസ്പര സഹായ ബന്ധങ്ങൾ ഉറപ്പിച്ച് രാജ്യത്തിന്റെ ഐശ്വര്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് തടി തപ്പാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചത്. നരേന്ദ്രമോദിയുടെ ഭരണം തുടങ്ങുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ സംഭവത്തിന് അദ്ദേഹം കാരണഭൂതനാകുന്നത്. 3000-ഓളം മുസ്ലിം സഹോദരന്മാരെ ചുട്ടുകൊന്നത് ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ടായിരുന്നു. അങ്ങനെ കടുത്ത മുസ്ലിം വിരോധി, ക്രൈസ്തവ വിരോധി, കമ്മ്യൂണിസ്റ്റ് വിരോധി, ഈ 3 പദവികളും അണിഞ്ഞ് രാജ്യത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന നരേന്ദ്രമോദിയെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുത്വം ഹിന്ദുത്വം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനും രാജ്യത്തിന്റെ സ്വൈരത കെടുത്താനും ഭരണചക്രം തിരിക്കുന്നയാളാണ് നരേന്ദ്രമോദി. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ പോരാട്ടം. ആ പോരാട്ടത്തെ തുടർന്ന് ഗവർണർമാർ ഇന്ത്യൻ ജനതയുടെ നേരെ നിരവധി വെടിവെപ്പുകളും ചൗരി സംഭവങ്ങളും അടക്കമുള്ള നിരവധി ആക്രമണ സംഭവങ്ങളെ ജനങ്ങൾ ശക്തിയുക്തം എതിർക്കുകയും മുന്നോട്ടു പോവുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് വീരനായ ഭഗവത് സിംഗ്, ഖുദീറാം ബോസ് തുടങ്ങിയ 3 പേർ തൂക്കുമരത്തിന് വിധിക്കപ്പെട്ടു. ആ വീര ഭഗവത് സിംഗിനെ നാം ഇന്നും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഉജ്ജ്വലമായ തിളക്കമായി കണ്ടുകൊണ്ടിരിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കയ്യൂർ കൃഷിക്കാരുടെ 4 മക്കൾ കയ്യൂർ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ തൂക്കുമരമേറ്റപ്പെട്ടു. തിരുവിതാംകൂർ രാജാവിന്റെയും ദിവാന്റെയും ആക്രമണ നടപടികൾക്കെതിരായി ശക്തമായ പോരാട്ടമാണ് പുന്നപ്ര വയലാറിൽ നടന്നത്.
ആയിരക്കണക്കിന് ആളുകൾ അവിടെ ബലിവേദിയിൽ അർപ്പണം ചെയ്തു. ഇങ്ങനെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യമെമ്പാടും നടന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാരന് ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടേണ്ടി വന്നു. മഹാത്മാഗാന്ധി ഉജ്ജ്വലനായ ദേശീയ നേതാവായി ഉയർത്തപ്പെട്ടു. പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ച 1 കൊല്ലമാകുന്നതിന് മുമ്പ് തന്നെ മഹാത്മാഗാന്ധിയെ വകവരുത്തുവാനാണ് BJP, RSS, സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചത്. ക്രൂരനായ ഗോഡ്സെ മഹാത്മാഗാന്ധി പ്രാർത്ഥനാ യോഗത്തിലേക്ക് പോകുമ്പോൾ നെഞ്ചിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും ഗോഡ്സെക്ക് അമ്പലം പണിയാൻ പ്രതിഷ്ഠിക്കാൻ നീങ്ങിക്കൊണ്ടിരിക്കും. രാജ്യം തൃശ്ശൂരിൽ LDFന്റെ പ്രചാരണ യോഗത്തിൽ VS സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ VS സംസാരിക്കുന്നു. തത്സമയം സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കും. രാജ്യത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗം, കർഷക ജനത ഇവരെല്ലാം തന്നെ ഈ ഭ്രാന്തമായ വർഗീയത ഇളക്കിവിടുന്ന ശക്തികൾക്കെതിരെ വർഗപ്രസ്ഥാനം, തൊഴിലാളി വർഗ പ്രസ്ഥാനം, കർഷക പ്രസ്ഥാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇതിനെ തിരിച്ചടിക്കുവാനുള്ള ശ്രമങ്ങളാണ് രാജ്യവ്യാപകമായി തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ RJD എന്ന് പറയുന്ന BDJS-ഉം BJPയും തമ്മിൽ കൂട്ടുകെട്ടിലാണ്. അതിന്റെ പ്രതിനിധിയാണത്രേ മുരളി പെരുനെല്ലിയെ നേരിടാൻ ഈ മണലൂരിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സഹാവ് മുരളി പെരുനെല്ലിയെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കാണുകയും അദ്ദേഹത്തെ നിങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചവരുമാണ്. ആ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച് കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തനായ ഒരു വക്താവായി, പ്രതിനിധിയായി നിങ്ങൾ മണലൂരിൽ നിന്ന് തിരുവനന്തപുരത്തെ ലെജിസ്ലേച്ചറിലേക്ക്, അസംബ്ലിയിലേക്ക് അയക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷ ശക്തികളെ വളർത്തി BJP ഇതര ശക്തികളുമായി ചേർന്നുള്ള കൂട്ടുകെട്ടിനെ എതിർത്തു തോൽപ്പിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പരിരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഒരു പ്രദേശം മുതൽ വിപുലമായ പ്രദേശങ്ങളിലാകെ തന്നെ വിവിധ ജനവിഭാഗങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേറെ ശക്തിപ്പെടുത്തുക തന്നെ വേണം. ഉമ്മൻചാണ്ടിയുടെ ഭരണം 5 കൊല്ലം തികയാൻ ഏതാനും ആഴ്ചകൾ മാത്രം. അദ്ദേഹം പറയുകയാണ്, VS അച്യുതാനന്ദൻ ഞാന് അഴിമതി കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് 136 കേസുകൾ പറയുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ അതിനെതിരായി കേസ് കൊടുക്കാൻ പോവുകയാണ്
എന്നാണ് ഉമ്മൻചാണ്ടിയുടെ വാദം. പാമോയിൽ കേസ്, ബാർക്കോഴ കേസ്, അതേപോലെ തന്നെ സോളാർ കേസ്, പാറ്റൂർ കേസ് എന്നിങ്ങനെ നിരവധി അഴിമതികളാണ് ഉമ്മൻചാണ്ടിയെയും സഹമന്ത്രിമാരെ സംബന്ധിച്ചും വന്നിട്ടുണ്ട്. ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി 1 കോടി, എക്സൈസ് മന്ത്രിയായിരുന്ന ബാബു 10 കോടി. ഇങ്ങനെ കോടികൾ നിരവധിയാണ്. അതുകൊണ്ട് ഈ കോടികൾ കവർന്നെടുത്താൽ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും സംബന്ധിച്ച് ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട്. അടിനിൽക്കാൻ അധികാരത്തിൽ ഇരുന്നുകൂടാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഓരോന്നും ചാണ്ടിയെ ഇവിടുന്ന് ചാടിക്കുക തന്നെ വേണം എന്ന അഭിപ്രായക്കാരാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ട്. നമ്മുടെ നാട്ടിലെ അത്യാവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇങ്ങനെയാണ് ഓരോ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുക. 2006-2011 കാലത്ത് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഭക്ഷ്യകാര്യമന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമായി ഉത്തരേന്ത്യയിൽ ആന്ധ്രാപ്രദേശിലും പശ്ചിമ ബംഗാളിലുമെല്ലാം പോയി അവിടെ നിന്ന് നല്ല സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് മാവേലി സ്റ്റോറുകൾ, നീതി സ്റ്റോറുകൾ എന്നിവ വഴി വിതരണം ചെയ്യുന്നു. മുൻ ആന്റണി ഉമ്മൻചാണ്ടി ഭരണകാലത്ത് 42 രൂപയായിരുന്നു 1 കിലോ അരിക്ക്. പയറുവർഗങ്ങൾക്കും പഞ്ചസാരയ്ക്കും അങ്ങനെ 14 ഐറ്റങ്ങൾക്കെല്ലാം തന്നെ അന്യായമായ വിലയാണ് ജനങ്ങളിൽ നിന്ന് പിടിക്കൊണ്ടിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം നീതി സ്റ്റോറുകളും അതേപോലുള്ള പൊതുവിതരണ സമ്പ്രദായവും നടപ്പിലാക്കിയതിന്റെ ഫലമായി 42 രൂപ വിലയുടെ സ്ഥാനത്ത് 14 രൂപ മാത്രമായി അരിയുടെ വില കുറഞ്ഞു. അതേപോലെ തന്നെ അത്യാവശ്യ നിത്യോപയോഗ സാധനങ്ങൾ 14 ഐറ്റം പഴയ വിലയിൽ നിന്ന് കുറച്ച് ജനങ്ങൾക്ക് നൽകുവാനുള്ള നടപടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയത്. അതേപോലെ തന്നെ തൊട്ടതിനെല്ലാം അഴിമതി നടത്തി ജനങ്ങളെ കൊള്ളയടിച്ചു പോകുന്ന ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് തുറന്നു കാട്ടി ജനങ്ങൾക്ക് ആശ്വാസം നൽകണമെങ്കിൽ സദ്ഭരണം കാഴ്ചവെക്കണമെന്ന് തെളിയിക്കുകയാണ് 2006-2011 കാലഘട്ടത്തിൽ അധികാരത്തിൽ നിന്ന്. നിങ്ങൾക്കറിയാമല്ലോ, കേരള സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ നാമധേയത്തിൽ നിരവധി ഗവൺമെന്റുകൾ വന്നു. ഇടതുപക്ഷ സ്വഭാവമുള്ള ഗവൺമെന്റുകൾ വെറും 20 മാത്രം. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ് സംസ്ഥാനത്ത്
ആദ്യമായി ജന്മിത്വം അവസാനിപ്പിച്ച് ഭൂമി കൃഷിക്കാർക്ക് നൽകിയത് കുടികിടപ്പുകാർക്ക് കിടപ്പിടത്തിന്റെ ഉടമസ്ഥാവകാശം നൽകിയത് പാട്ടക്കാരും വാരക്കാരുമുള്ള കൃഷിവലന്മാർക്ക് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകി. അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് 1957 ഗവൺമെന്റ് ആദ്യം 8ാം തരം വരെയുള്ള സ്കൂളുകൾ സാർവത്രികവും നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകി. അതോടുകൂടി ആ ഗവൺമെന്റിന് ഭൂപരിഷ്കാര നടപടികൾ, വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഇവിടുത്തെ ജമിമാർ കേന്ദ്ര പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് നിവേദനം നടത്തുകയും EMS ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. വീണ്ടും 69 തെരഞ്ഞെടുപ്പ് നടന്നു. കേരളീയർ ഒറ്റക്കെട്ടായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വിധിയെ എതിർത്ത് തോൽപ്പിച്ച് 69 EMS ഗവൺമെന്റിനെ തന്നെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നു. 69 EMS ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് 10ാം തരം വരെയുള്ള സ്കൂളുകളിൽ സൗജന്യവും നിർബന്ധിതവും സാർവത്രികമായ വിദ്യാഭ്യാസം നടപ്പിലാക്കി. അങ്ങനെ ഓരോ രംഗത്തും മാതൃകാപരമായ പ്രവർത്തനം കാണിച്ചു വെച്ച് ആ ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ ആ ഗവൺമെന്റിന് പിന്നെയും സംയുക്ത കൂട്ടുകെട്ടുണ്ടാക്കി അധികാരത്തിൽ ഒഴിവാക്കാനാണ് ശ്രമിച്ചത് എന്ന പൂർവചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ വിശദമായി പോകുന്നില്ല. ഇങ്ങനെ EMS ഗവൺമെന്റ്, നയനാർ ഗവൺമെന്റ്, VS അച്യുതാനന്ദൻ ഗവൺമെന്റ് എന്നിങ്ങനെയുള്ള ഗവൺമെന്റുകൾ കോൺഗ്രസിന്റെ 40 വർഷക്കാലത്തെ ദുർഭരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് 20 കൊല്ലം മാതൃകാപരമായി ജനങ്ങളെ സേവിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെ ഈ മെയ് മാസം 16-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഭരണം, വിലക്കയറ്റം സൃഷ്ടിച്ച് ജനങ്ങളെ പിടിക്കുന്ന ഭരണം, അത് മാറ്റി തകർത്ത് ദൂരെ എറിഞ്ഞ് കേരളീയരെ സ്വതന്ത്രമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ബദ്ധകങ്കണമായ പരിശ്രമമാണ് നാം നടത്തുന്നത്. ഒട്ടേറെ പദ്ധതികൾ ഇടതുപക്ഷം അധികാരത്തിലിരുന്നപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കി. കൊച്ചിയിലെ മെട്രോ റെയിൽവേ, കണ്ണൂരിലെ വിമാനത്താവളം, അതേപോലെ തന്നെ ഒട്ടേറെ വിജയകരമായ മറ്റു പദ്ധതികൾ ഇതെല്ലാം നടപ്പിലാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ വിമാനത്താവളത്തിന്റെ യാർഡിൽ കൊണ്ടുപോയി ഒരു നാവിക കപ്പലിന്റെ ഓട്ടം സംഘടിപ്പിച്ച് കണ്ണൂർ വിമാനത്താവളം ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് വാചകം പിടിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത് എന്ന് ജനങ്ങൾ കണ്ടു. നാവികത്താവളത്തിന്റെ ആ വിമാനം കാഴ്ചയ്ക്ക് കൊള്ളാമെന്നുള്ളതല്ലാതെ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി 22 കിലോമീറ്റർ മെട്രോ റെയിൽ പണി തീർക്കേണ്ടതിന് പകരം 2 കിലോമീറ്റർ പണി തുടങ്ങിയപ്പോൾ
അത് തീർന്നു എന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. 2 കിലോമീറ്റർ പണി തീർന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന കാലത്താണ് അത് തുടങ്ങിയത്. ഈ തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള നയസമീപനങ്ങൾ സ്വീകരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഈ ഭരണം ജനങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം അതിനെല്ലാം ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ തരത്തിലുള്ള നവീന കേരളം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാം തന്നെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെമ്പാടുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമ്പോൾ മണലൂർ നിയോജക മണ്ഡലം അതിനൊത്ത സാമർഥ്യത്തോടും കഴിവുകളോടും കൂടി മുരളി പെരുന്നെല്ലിയെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാന്റെ അനധികൃത നിലം നികത്തൽ റവന്യൂ പോലീസ് അധികാരികൾ പിടികൂടി. ആലപ്പുഴ ആര്യാട് തെക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 2.5 ഏക്കർ തണ്ണീർത്തടമാണ് ഭരണ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നികത്തിയത്. 2 ലോറി അടക്കമുള്ള സാധനങ്ങൾ പോലീസ് പിടികൂടി. ചെയർമാനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ആര്യാട് തെക്ക് വില്ലേജിന്റെ കീഴിലുള്ള 2.5 ഏക്കർ തണ്ണീർത്തടമാണ് ആലപ്പുഴ നഗരസഭാ ചെയർമാൻ നികത്തുന്നതായി പരാതി ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ പോലീസ് അധികാരികൾ സ്ഥലത്തെത്തി നികത്താൻ ഉപയോഗിച്ച ലോറികളടക്കം കസ്റ്റഡിയിലെടുത്തു. ആര്യാട് തെക്ക് വില്ലേജിന്റെ കീഴിലുള്ള സർവേ നമ്പർ 108/3 ബ്ലോക്ക് നമ്പർ 137 പ്രകാരമുള്ള സ്ഥലം നിലവിൽ മുനിസിപ്പൽ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ തോമസ് ജോസഫിന്റെ പേരിലുള്ളതാണ്. ചെയർമാന്റെ സ്വാധീനം അതോടൊപ്പം ഇപ്പം തന്നെ ഉണ്ടല്ലോ, ഇത് നികത്തുന്ന വിഷയം പറയുമ്പോൾ ചെയർമാന്റെ ഗുണ്ടകൾ ഉൾപ്പെടെ വന്നിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് ഉൾപ്പെടെ ഈ നാട്ടുകാർക്കൂടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ നിരന്തരം ഭീഷണിയാണ് ഇവിടെ. എന്തിന് വില്ലേജ് ഓഫീസർ ഇപ്പോൾ വന്ന് വില്ലേജ് ഓഫീസറെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി. സർവ്വ ആൾക്കാരും ഭീഷണിയുടെ സ്വരമാണ് ഉയർത്തുന്നത്. ചെയർമാൻ ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ നാട്ടുകാരെ മുഴുവൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. പല ആൾക്കാർക്ക് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പൊതുവെ ഞങ്ങൾക്ക് എതിർപ്പുള്ളത്. അനധികൃത നികത്തൽ തടയാനെത്തിയ നാട്ടുകാരെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. ജില്ലാ കളക്ടർ നേരിട്ടിടപെട്ടാണ് നികത്തൽ നിർത്തിവയ്ക്കാൻ ഉത്തരവിറക്കിയത്. അനധികൃത നിർമ്മാണത്തിനും നിലം നികത്തുന്നതിനുമെതിരെ നടപടി സ്വീകരിക്കേണ്ടവർ തന്നെ ഭരണരാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടിൽ ഉയർന്നു വരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഓൺലൈൻ ബിസിനസ് ഗ്രൂപ്പായ ആമസോൺ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ അമിത് അഗർവാളിനെ ആമസോൺ ഗ്രൂപ്പിന്റെ സീനിയർ ടീമിലേക്ക് നിയമിച്ചു. ആമസോൺ ഗ്രൂപ്പ് സ്ഥാപകനും സിഇഒയുമായ ജെഫ് ബൈസൻസിന്റെ ടീമിനൊപ്പമാകും അമിത് അഗർവാൾ ഇനി പ്രവർത്തിക്കുക. ആമസോൺ ഇന്ത്യയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് തീരുമാനം. ആമസോൺ ഇന്ത്യയിൽ സവിശേഷമായ പ്രകടനമാണ് അമിത് കാഴ്ചവെച്ചത് എന്ന് അമിതിനെ എസ് ടീമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഇമെയിലിൽ ജെഫ് ബേസൻ പറഞ്ഞു. അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമിന് ഗുരുതര രോഗമെന്ന് റിപ്പോർട്ട്. കാലിൽ വ്രണം വന്ന് മരവിച്ച് നടക്കാനാവാത്ത അവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ വാർത്ത തെറ്റാണ് എന്ന വാദവുമായി ദാവൂദിന്റെ സഹായി ഛോട്ടാ ഷക്കീൽ രംഗത്തെത്തി. ദാവൂദിന്റെ കാലുകളിൽ വ്രണമാണെന്നും കാലുകൾ മരവിച്ച അവസ്ഥയിലാണെന്നുമാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. കാലുകൾ മുറിച്ചു കളയേണ്ടി വരുമെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. കാലുകളിൽ വന്ന വ്രണം അതിവേഗം പടരുന്നുവെന്നാണ് വന്ന റിപ്പോർട്ട്. രക്തസമ്മർദ്ദമോ പ്രമേഹം ഉയർന്നതോ ആകാം ഇതിന് കാരണമെന്നും അറിയുന്നു. ലിയാഖത്ത് നാഷണൽ ഹോസ്പിറ്റലിലും കമ്പൈൻഡ് മിലിറ്ററി ഹോസ്പിറ്റലിലുമാണ് ചികിത്സയെന്നും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ദാവൂദിന്റെ കറാച്ചിയിലെ വീടിന് പുറത്ത് ഏതാനും ഡോക്ടർമാരെ കഴിഞ്ഞ ദിവസം കണ്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. എന്നാൽ വാർത്ത തെറ്റാണെന്ന വാദവുമായി സഹായി ഛോട്ടാ ഷക്കീൽ രംഗത്തു വന്നു. ദാവൂദ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും രഹസ്യാന്വേഷണ ഏജൻസി നൽകിയ വിവരം തെറ്റാണെന്നും ഛോട്ടാ ഷക്കീൽ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. ഡി കമ്പനിയുടെ ബിസിനസ് തകർക്കാൻ എതിരാളികൾ പടച്ചുവിട്ട വാർത്തയാണെന്നാണ് ഛോട്ടാ ഷക്കീലിന്റെ വാദം. നാഷണൽ ഡെസ്ക്. കണ്ണൂരിൽ വിമാനത്താവളം വന്നുവെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ കളിയാക്കിയുള്ള ഒരു കൂട്ടം യുവാക്കളുടെ വീഡിയോ ശ്രദ്ധേയമാകുന്നു. വിമാനത്താവള നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ രസകരമായ വീഡിയോ ചിത്രീകരിച്ചത്. കണ്ണൂർ എയർപോർട്ടിന്റെ റൺവേയുടെ ടെൻഡർ ഉറപ്പിച്ചു. അതിന്റെ നിർമ്മാണം പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന സ്റ്റേജിലാണ് ഉള്ളത്. അപ്പൊ നമ്മളുടെ ഇതനുസരിച്ച് 2015 ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്
പണി ഇതിന്റെ കൺട്രോൾ റൂമിന്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള കൺട്രോൾ റൂമിന്റെ കൊണ്ടിരിക്കുന്നത്. അബുദാബിക്കുള്ള ഫ്ലൈറ്റ് പോയോ? അബുദാബിക്കുള്ള കാരന്റെ എക്സ്പ്രസ് റെഡി ആയിട്ടുണ്ട്. മട്ടന്നൂർ ടെർമിനൽ നമ്പർ 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ പുറപ്പെടുന്നതായി. ബോർഡിംഗ് പാസിന്റെ ആവശ്യമില്ല. കണ്ണൂരിലെ യാത്രക്കാർക്ക് ബോർഡിംഗ് പാസിന്റെ ആവശ്യമില്ല. വിൻഡോ സീറ്റിൽ ഞായിരിക്കും. വിൻഡോ സീറ്റ് എനിക്ക് വേണ്ട. അപ്പോൾ നമ്മളുടെ ഇതനുസരിച്ച് 2015 ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആറന്മുള മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് UDF സ്ഥാനാർത്ഥി ശിവദാസൻ നായരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പത്തനംതിട്ട നഗരസഭയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇടതുപക്ഷം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ശിവദാസൻ നായർ ആറന്മുളയിൽ പ്രചാരണം നടത്തുന്നത്. പത്തനംതിട്ട നഗരസഭ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ നേർക്കാഴ്ചയാണ്. ഇതിനെതിരെ ഇടതുപക്ഷം ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭ ഇത്തരത്തിൽ പരസ്യം വെക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും കളക്ടർക്ക് നഗരസഭ സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കളക്ടറാണ്. അതേസമയം ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വീണ ജോർജിന്റെ പ്രചരണ ബോർഡുകൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ സമൂഹവിരുദ്ധർ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പാലക്കാട് നഗരത്തിൽ LDF സ്ഥാനാർത്ഥി NN കൃഷ്ണദാസിന്റെ പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. പരാജയഭീതിയിലായവർ പ്രകോപനം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. രാവിലെയാണ് LDF പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടത്. പാലക്കാട് നഗരത്തിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച LDF സ്ഥാനാർത്ഥി NN കൃഷ്ണദാസിന്റെ ബോർഡുകൾ ബ്ലേഡ് ഉപയോഗിച്ചാണ് വെട്ടിമാറ്റിയത്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡും മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച കവാടവും നശിപ്പിച്ചവയിൽപ്പെടുന്നു. പരാജയഭീതി പൂണ്ടവർ സാമൂഹ്യവിരുദ്ധരെ ഉപയോഗിച്ച് പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇത് വ്യാപകമായി നശിപ്പിച്ചു എന്ന് മാത്രമല്ല, പാർട്ടി ഓഫീസിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെയും മുൻപിൽ സ്ഥാപിച്ച ബോർഡുകൾ ഉൾപ്പെടെ നശിപ്പിച്ചിരിക്കുകയാണ്. പരാജയഭീതി പൂണ്ട ശത്രുക്കൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുണ്ടാവുക. അവർ സാമൂഹ്യ വിരുദ്ധന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ചില ശ്രമങ്ങൾ നടത്തി വരുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ സാധ്യമല്ല. ബോർഡുകൾ നശിപ്പിച്ച സംഭവത്തിൽ LDF നേതൃത്വം പോലീസിൽ പരാതി നൽകി. ചിലയിടങ്ങളിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ബോർഡുകളും നശിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാട്ടിൽ ഇത്തവണ തീപാറും പോരാട്ടമാണ്. ന്യൂനപക്ഷ വോട്ടുകളും അടിയൊഴുക്കുകളും പ്രവചനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന മണ്ഡലത്തിൽ സംസ്ഥാനത്തെ തന്നെ മികച്ച പോരാട്ടങ്ങളിലൊന്നാണ് നടക്കുക എന്നത് ഉറപ്പാണ്. ഇത്തവണ തീപാറുന്ന പോരാട്ടമാണ്. മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് LDF. കർഷക ആദിവാസി സമരങ്ങളിലും വികസന പ്രക്ഷോഭങ്ങളിലും നായകനായ CK ശശീന്ദ്രനാണ് LDFനായി രംഗത്തിറങ്ങുന്നത്. സിറ്റിംഗ് MLA MV ശ്രേയാംസ്കുമാർ തന്നെയാണ് മറുഭാഗത്ത്. BJP രംഗത്തിറക്കിയിരിക്കുന്നത് മുൻ ജില്ലാ പ്രസിഡന്റ് K സദാനന്ദനെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലപരിധിയിലെ 10 പഞ്ചായത്തുകളിൽ 8ലും ഭരണം നേടാനായതിന്റെ ആത്മവിശ്വാസമാണ് LDFന്. പൊതുവെ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങളും നല്ല രീതിയിൽ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വലിയ പ്രയോജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണയും UDFനൊപ്പം വിജയം ആവർത്തിക്കാനാകുമെന്നാണ് MV ശ്രേയാംസ്കുമാർ പ്രതീക്ഷിക്കുന്നത്. വികസനം തന്നെ പ്രധാന പ്രചാരണ വിഷയമാക്കിയുള്ള രണ്ടാംഘട്ട പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹവും കടന്നുകഴിഞ്ഞു. ആത്മവിശ്വാസം തന്നെയാണ്. കാരണം ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവാണ്. കോട്ടയം മേഖലയിൽ പോയപ്പോൾ വളരെ നല്ല പ്രതികരണം കിട്ടിയത്. BJP സ്ഥാനാർത്ഥി K സദാനന്ദൻ ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവാണ് BJPയുടെ പ്രതീക്ഷ. BDJS പോലെയുള്ള ശക്തികൾക്കൊക്കെ എല്ലാ സ്ഥലത്തും അത്യാവശ്യം ശക്തിയുള്ളതാണ്. മറ്റ് മേഖലകളിൽ PC തോമസിൻ്റെ പാർട്ടിക്കും അതുപോലെ തന്നെ മറ്റു പാർട്ടികളൊക്കെ ചെറിയ കക്ഷികളാണെങ്കിലും അവരുടെയൊക്കെ യോജിപ്പ് എന്ന നിലയ്ക്ക്, ഒരു മുന്നണി എന്ന നിലയ്ക്ക് വളരെ
എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമായിട്ട് അതിനെ കാണുന്നത്. തോട്ടമേഖല പ്രധാനമായും മണ്ഡലത്തിലെ വിധി നിർണ്ണയിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. LDFന്റെ വിജയപ്രതീക്ഷകളും തോട്ടമേഖലയെ കൂടി മുൻനിർത്തിയുള്ളതാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ള വികസന പ്രക്ഷോഭങ്ങൾ, വന്യമൃഗശല്യത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ എന്നിവയിലെല്ലാം അടുത്ത കാലത്ത് സമാനതകളില്ലാത്ത സമരമാണ് ജില്ലയിലുണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFന് ഗുണം ചെയ്തിരുന്നു. ഇത്തരത്തിൽ മണ്ഡലത്തിൽ വീശിയടിച്ച ഇടതുകാറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതു പ്രവർത്തകർ. വികസന തുടർച്ച പ്രധാന വിഷയമാക്കിയാണ് MV ശ്രേയാംസ്കുമാർ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. റോഡ്, കുടിവെള്ള പദ്ധതികൾ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ എന്നിവയിൽ ചെലവഴിച്ച കോടികളുടെ കണക്കുകൾ നിരത്തിയുമാണ് UDFന്റെ പ്രചാരണ പരിപാടികൾ കൊഴുക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകളും അടിയൊഴുക്കുകളും പ്രവചനങ്ങൾ നിഷ്പ്രഭമാകുന്ന മണ്ഡലത്തിൽ സംസ്ഥാനത്ത് തന്നെ മികച്ച പോരാട്ടങ്ങളിൽ ഒന്നാണ് നടക്കുകയെന്ന കാര്യത്തിൽ സംശയമില്ല. വയനാട്ടിൽ നിന്നും അനൂപ് കയാർ. മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ടു പോവുകയാണ്. വൈപ്പിനിൽ LDFന്റെ സിറ്റിംഗ് സീറ്റായ വൈപ്പിനിൽ S. ശർമ്മയെ നേരിടാനൊരുങ്ങുന്ന UDF സ്ഥാനാർത്ഥി KR സുഭാഷിന് വിമതൻ വില്ലനായി മാറിയിരിക്കുന്നതാണ് വൈപ്പിനിലെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷം. വിമതനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ലത്തീൻ സഭയായതുകൊണ്ട് തന്നെ UDFന്റെ ആശങ്ക വർദ്ധിക്കുകയാണ്. 2011 വടക്കേക്കര മണ്ഡലം പുനർവിഭജിച്ച് വൈപ്പിൻ എന്ന സമ്പൂർണ്ണ ദ്വീപ് മണ്ഡലം ഉണ്ടാക്കുന്നത്. വടക്കേക്കരയിൽ നിന്ന് 4 തവണയും വൈപ്പിനിൽ നിന്ന് ആദ്യവട്ടവും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് LDFന്റെ S. ശർമ്മയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറെ ആത്മവിശ്വാസത്തോടെയാണ് വൈപ്പിനിലെ മത്സരത്തെ നോക്കിക്കാണുന്നത്. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്ന S. ശർമ്മ ഉറപ്പിക്കുന്നതിന് കാരണം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിവിധങ്ങളായ വികസന പദ്ധതികളാണ്. എഡ്യൂക്കേഷനിൽ കേരളത്തിൽ ഒരു സമാനതകളില്ലാത്ത വിധം ബിഗ് പ്രോജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ജനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വെളിച്ചം വിദ്യാഭ്യാസ പദ്ധതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചുമരെഴുത്തുകളും ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളുമായി തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണങ്ങൾ പൂർത്തിയാകുമ്പോൾ മണ്ഡലം LDFിൽ നിന്ന് പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വലതു ക്യാമ്പ്. ഇതിനായി അവർ കളത്തിലിറക്കിയതാകട്ടെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും KPCC നിർവാഹക സമിതി അംഗവുമായ KR സുഭാഷിനെയും. ഇപ്രാവശ്യം ആ സീറ്റ് തിരിച്ചു പിടിക്കും എന്നുള്ള വാശിയോടുകൂടി എണ്ണയിട്ട യന്ത്രം പോലെ UDFന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കുകയാണ്. എന്നാൽ UDFന് കാര്യങ്ങൾ അത്ര കണ്ട് അനുകൂലമല്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് ഏറെ മുമ്പേ തന്നെ I ഗ്രൂപ്പ് വിഭാഗം കണ്ണുവെച്ച മണ്ഡലമാണ് വൈപ്പിൻ. മണ്ഡലത്തിലെ കിഴക്കൻ ഭാഗത്തെ UDF പ്രവർത്തകരുടെ വികാരം I ഗ്രൂപ്പുകാരനായ അഡ്വക്കേറ്റ് KP ഹരിദാസ് സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു. പെരുമ്പാവൂർ മണ്ഡലം I ഗ്രൂപ്പിന് നൽകിയതോടെ വൈപ്പിൻ A ഗ്രൂപ്പുകാരനായ KR സുഭാഷിലെത്തി. I ഗ്രൂപ്പ് പ്രവർത്തകർ ഇതിൽ കടുത്ത അസംതൃപ്തരുമാണ്. 56 മുതൽ 58% വരെ ലത്തീൻ സമുദായാംഗങ്ങളുള്ള വൈപ്പിനിൽ UDF സ്ഥാനാർത്ഥിയായി ലത്തീൻ സമുദായാംഗത്തെ പരിഗണിക്കണമെന്ന് ലത്തീൻ സഭ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും UDF അത് അവഗണിച്ചു. മാർച്ച് 15 ചേർന്ന കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷൻ യോഗം മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. KLCA അതിരൂപത മുൻ പ്രസിഡന്റും വൈപ്പിൻകരക്കാരനുമായ വിക്ടർ മരക്കാശ്ശേരിയാകും സഭയുടെ സ്ഥാനാർത്ഥിയാകുക. അപ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നുമില്ലാതെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഇല്ലാതെ അവിടെ എന്തുകൊണ്ട് അജയ് തറയിൽ തോറ്റു? അപകടം കൃത്യമായി മണത്ത KPCC അധ്യക്ഷൻ VM സുധീരൻ ആലുവ ഗസ്റ്റ് ഹൗസിൽ സഭാ വക്താക്കളുമായി തിടുക്കത്തിൽ ചർച്ച വിളിച്ചു ചേർത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് സഭ അനുനയത്തിന് തയ്യാറാകുമോ എന്നത് സംശയമാണ്. ഇടത് വലത് മുന്നണികൾ ധീവരന്മാരെ രംഗത്തിറക്കുമ്പോൾ BJP BDJ സഖ്യത്തിന്റെ NDA മുന്നണി കളത്തിലിറക്കിയിരിക്കുന്നത് കേരള ധീവര മഹാസഭ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ KK വാമലോചനനെയാണ്. 1,61,749 വോട്ടുകളുള്ള വൈപ്പിൻ മണ്ഡലത്തിൽ 3,200ഓളം പുതിയ വോട്ടർമാരാണ്. പുതിയ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ ഉറപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലുമാണ് മുന്നണികൾ. മത്സരത്തിൽ തങ്ങളുടെ പ്രാതിനിധ്യം അറിയിക്കുക എന്നുള്ളതിനപ്പുറം NDA മുന്നണിക്ക് വൈപ്പിൻ മണ്ഡലത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല. LDFന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായ വൈപ്പിൻ മണ്ഡലത്തെ ഏതു വിധേയനെയും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവുമായാണ് UDF കളത്തിലിറങ്ങുന്നത്. മാത്രമല്ല മണ്ഡലത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോലും UDFന് കടുത്ത തലവേദനയാകുകയാണ്. വൈപ്പിനിൽ നിന്നും അലക്സ് റാം മുഹമ്മദ്. പീപ്പിൾ ടിവിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി പടക്കളം കണ്ണൂരിൽ നടത്തിയ ചർച്ചയിൽ വികസനവും അഴിമതിയുമായിരുന്നു പ്രധാന വിഷയങ്ങൾ. സ്ത്രീകൾ അടക്കമുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് സദസ്സും സജീവമായിരുന്നു. പടക്കളം ഇന്ന് രാത്രി 9 മണിക്ക് പീപ്പിൾ ടിവിയിൽ സംപ്രേഷണം ചെയ്യും. കണ്ണൂരിൽ MV നികേഷ് കുമാറിന്റെയും KM ഷാജിയുടെയും പടക്കളത്തിലാണ് പീപ്പിൾ ടിവിയുടെ രാഷ്ട്രീയ പൊതുചർച്ചാ വേദി ഒരുങ്ങിയത്. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി PK രാഗേഷും BJP സ്ഥാനാർത്ഥി കേശവനും UDF പ്രതിനിധി മുഹമ്മദ് ഫൈസലും LDF പ്രതിനിധി M പ്രകാശൻ മാസ്റ്ററും പടക്കളത്തിൽ പങ്കാളികളായി. ചർച്ച ആരംഭിച്ചതോടെ രാഷ്ട്രീയ ചർച്ചാവേദിക്കുള്ള പടക്കളം ഒരുങ്ങി. വികസനവും അഴിമതിയുമായിരുന്നു ചർച്ചയിൽ മുന്നിട്ടു നിന്നത്. വികസന നായകൻ എന്ന് പറയുന്ന KM ഷാജിയുടെ വികസനത്തിന്റെ ഫലമായാണ്
ഇവിടെ 3 പേര് സംസാരിക്കേണ്ടതിന് പകരം ഞാൻ 4ാമതായി ഇവിടെ നിൽക്കേണ്ടി വന്നത്. വിലക്കയറ്റവും പിൻവാതിൽ നിയമനങ്ങളും സാധാരണക്കാരന്റെ പൊതുജീവിതത്തെ ബാധിക്കുന്ന ചോദ്യങ്ങളുമായി സ്ത്രീകളും രംഗത്തെത്തി. യൂണിവേഴ്സിറ്റിയിൽ വരെ പിൻവാതിൽ നിയമനം നടന്നിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പിന്തുണച്ചും പിന്തള്ളിയും പടക്കളത്തിലെത്തിയ സദസ്സും സജീവമായി. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ എല്ലാ ആവേശവും ഇടയ്ക്കൊക്കെ അസഹിഷ്ണുതകളും പ്രതിഫലിച്ച പടക്കളം ഇന്നു രാത്രി 9 മണി മുതൽ പീപ്പിൾ ടിവിയിൽ കാണാം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരളത്തിലെ എരുമകളിൽ വന്ധ്യത കൂടുന്നു. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ചില പ്രധാന പ്രശ്നങ്ങളെങ്കിലും ശാസ്ത്രീയ പരിപാലനത്തിലൂടെ ഒഴിവാക്കാൻ കർഷകർക്ക് സാധിക്കും. എരുമകളിലെ വന്ധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പശുക്കളുടേതിൽ നിന്ന് വ്യത്യസ്തമായ ശാരീരിക സ്വഭാവ പ്രത്യേകതകളുള്ള മൃഗമാണ് എരുമയെന്ന് കർഷകർ മനസ്സിലാക്കിയിരിക്കണം. എരുമകളിൽ കിടാരികളിൽ മതിചക്രം 18 മുതൽ 20 ദിവസവും അമ്മമാരിൽ 20 മുതൽ 24 ദിവസവുമാണ്. മതിസമയം 18 മുതൽ 24 മണിക്കൂർ ആയിരിക്കും. മതിയുടെ പുറം ലക്ഷണങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുകയില്ല. പശുക്കളിൽ മതിയുടെ മുഖ്യലക്ഷണമായി നാം കാണുന്ന മറ്റു പശുക്കളുടെ പുറത്തു കയറുന്ന സ്വഭാവം എരുമകൾ കാണിക്കുക പതിവില്ല. എന്നാൽ മതിയിലുള്ള എരുമകൾ പോത്തുകളെ മേലിൽ കയറാൻ അനുവദിക്കുന്നു. മതിയലല്ലെങ്കിൽ ഇതൊരിക്കലും അനുവദിക്കുകയുമില്ല. പാൽ കുറയുക, കരച്ചിൽ, പതിവില്ലാതെ ഓട്ടവും ചാട്ടവും, ഇടവിട്ട് കുറഞ്ഞ അളവിൽ മൂത്രമൊഴിക്കൽ, ഈറ്റത്തിൽ തടിപ്പ്, തെളിഞ്ഞ മാച്ചുപോകൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിച്ചേക്കാം. കൃത്യമായ നിരീക്ഷണത്തിലൂടെ മാത്രമേ എരുമകളിലെ മതിസമയം തിരിച്ചറിയാൻ കഴിയൂ. നല്ല തീറ്റക്രമം അനുവർത്തിച്ചാൽ 30 മുതൽ 36 മാസം പ്രായത്തിൽ ആദ്യ മതിലക്ഷണം കാണിക്കുന്നു. ഈ സമയം 300 കിലോഗ്രാം വരെ തൂക്കവും എത്തും. കുത്തിവയ്പ് സംബന്ധിച്ച അബദ്ധധാരണകൾ പുലർത്തുന്ന രീതികൾ, കാര്യങ്ങൾ പഠിച്ച് മാറ്റിയെടുക്കണം. ബീജാധാനത്തിനു ശേഷം വെള്ളം നൽകരുത്. ബീജാധാനത്തിന് മുൻപ് വെള്ളവും തീറ്റയും നൽകരുത്. ബീജാധാനത്തിന് ശേഷം എരുമ കിടക്കരുത്, മൂത്രമൊഴിക്കരുത് തുടങ്ങിയ പല ധാരണകളുമുണ്ട്. എന്നാൽ ഇവയ്ക്കൊന്നും ശാസ്ത്രീയ അടിത്തറയില്ല. എന്നാൽ ബീജാധാനത്തിനായി ഏറെ ദൂരം ഓടിച്ചു കൊണ്ടുവരിക, അടിക്കുക, വേദന നൽകുക തുടങ്ങിയ പ്രവൃത്തികൾ ഗർഭധാരണ സാധ്യത കുറയ്ക്കുന്നു. എരുമ കർഷകർ മതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ച് മതി കണ്ട ദിവസം, ലക്ഷണങ്ങൾ തുടങ്ങിയ ദിവസം, അവസാനിച്ച സമയം തുടങ്ങിയ വിവരങ്ങളും കുത്തിവയ്പുമായി ബന്ധപ്പെട്ട തീയതികളും കൃത്യമായി എഴുതി സൂക്ഷിക്കുന്നത് ഏറെ സഹായകമാകും. ന്യൂസ് ഡെസ്ക്.